സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുകയാണ്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്തതിന് എതിരെയാണ് സമരം. സമരത്തീയതി 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. കെ സ്റ്റെഫിൻ നേരത്തെ സൂചന പണിമുടക്ക് നടത്തിയിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടോ? ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ? ഇനി ഏതായാലും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കഴിഞ്ഞ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനായിരുന്നു ബസ് ഉടമകളുടെ തീരുമാനം. പക്ഷേ അന്നാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ വിയോഗം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിന് മുന്നോടിയായി തന്നെ പല ചർച്ചകൾ, മന്ത്രിതല ചർച്ച നടന്നു. അതോടൊപ്പം തന്നെ ഗതാഗത സെക്രട്ടറിയുമായി ചർച്ച നടന്നു. അങ്ങനെ മന്ത്രിതല ചർച്ചയിലാണ് വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷം, അവരുമായി ചർച്ച ചെയ്ത ശേഷം കൺസെഷൻ നിരക്ക് കൂട്ടുന്നതിനെ പറ്റി, ₹1 എന്ന നിരക്കിൽ നിന്ന് അത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയൊരു ചർച്ചയാകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായി ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളും ബസ് ഉടമകളുടെ സംഘടനകളും ഗതാഗത സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലും ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സമരത്തിലേക്ക്, അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലാണ് ബസ് ഉടമകൾ ഉള്ളത്. 2 ദിവസത്തിനകം തന്നെ സമര തീയതി പ്രഖ്യാപിക്കും. അതിനുശേഷം അനിശ്ചിതകാലത്തിലേക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. കെ സ്റ്റെഫിനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. അനുരഞ്ജനത്തിനുള്ള സാധ്യത നന്നേ കുറവാണ്. ബസ് ഉടമകൾ, സംഘടനകൾ സമരത്തിലേക്ക് നീങ്ങുകയാണ്. തീയതി ഉടൻ പ്രഖ്യാപിക്കും.